അങ്ങനെ കൺമണിയുടെയും കൃഷ്ണൻ്റെയും കല്യാണം അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് നാളെ. ഒരു ഗംഭീര എപ്പിസോഡാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ അന്നേരം കാണിക്കുന്ന കൺമണി ഇന്ന് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മാനസിയും വരുണും തമ്മിലുള്ള ഗൂഢാലോചന അത് ചിന്തിച്ചുകൊണ്ട് കൺമണി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് കൺമണിയോട്, കൺമണി എന്ത് കഷ്ടമാണ് കാണിച്ചത്, ക്രിട്ട് സാറിനോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ഓഫീസിൽ നിന്ന് പോയതെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഒരു പരിചയമില്ലാത്ത അയാളത് പറഞ്ഞു കേട്ട് കൺമണി അക്കിളി പോയി നിൽക്കുകയാണ്. ഇയാളൊക്കെ ആരാണ്, എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ വന്ന് കൺമണിയോട് അയാൾ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ കൺമണിയോട് പറയുകയാണ്. എന്നാലും കൺമണി ചെയ്ത് വളരെ മോശമായി പോയി. ക്രിട്ട് സാറിനോട് ഒരു വാക്ക് പോലും പറയാതെ കൺമണി ഓഫീസിൽ നിന്ന് പോയത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകളും അവിടുന്ന് പോവുകയാണ്. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി കൺമണി വീണ്ടും കിളിപോയി നിൽക്കുകയാണ്. ഇതെന്തൊരു മറിമായം, ഞാൻ ക്രിട്ട് സാറിനോട് പറയാതെ പോയത് അപ്പോഴേക്കും പത്രത്തിൽ വന്നോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കൺമണി. തുടർന്ന് കൺമണി മുന്നോട്ട് നടക്കുമ്പോൾ ക്രിട്ട് സാറ് കാറിൻ്റെ മുന്നിൽ ഫോണിലൂടെ സംസാരിച്ച് നിൽക്കുന്നു കൺമണി കാണുകയാണ്. തുടർന്ന് കൺമണിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അമ്പടാ സണ്ണിക്കുട്ട, അപ്പം എല്ലാം തൻ്റെ വേലയാണല്ലേ, സാറിൻ്റെ വേലയാണല്ലേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൺമണി നേരെ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് കൺമണിയെ ഒരു പരിചയമില്ലാത്ത പോലെ ആ ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ ക്രിട്ട് സാറിനെ വിളിക്കുകയാണ്. ക്രിട്ട് സാർ എന്ന് നീട്ടി വിളിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, അതെ ഞാൻ ക്രിട്ട് സാറാണ്, നിങ്ങൾ ആരാണെന്ന് ഒരു പരിചയമില്ലാത്ത മട്ടിൽ കൃഷ് കൺമണിയോട് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൺമണി, അയ്യോ ക്രിട്ട് സാർ, ഇത് ഞാനാണ്, ക്രിട്ട് സാറിൻ്റെ കൺമണിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്, അതെ ഞാൻ ക്രിട്ട് സാറാണ്, പക്ഷെ കുട്ടി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടോ, കുട്ടി ആരാണ്, ഞാൻ ആദ്യമായിട്ടാണ് കുട്ടിയെ കാണുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ്. ഇതൊക്കെ ക്രിട്ട് സാറിൻ്റെ ചെറിയൊരു തമാശയാണ്, എന്നെ കളിപ്പിക്കാനാണ് ക്രിട്ട് സാറിൻ്റെ ഉദ്ദേശമെന്ന് കൺമണിക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് കൺമണി തൻ്റെ ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. കൺമണി പിന്നെ മുഖത്ത് കൈവച്ചുകൊണ്ട് കരച്ചിൽ അഭിനയിക്കുകയാണ്, കരയുന്ന പോലെ അഭിനയിക്കുകയാണ്. അത് കണ്ട് കൃഷിൻ്റെ കിളി പോവുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, അയ്യോ കൺമണി, ഞാൻ കൺമണിയെ വെറുതെ പറ്റിച്ചതാണ്, കൺമണിയെ എനിക്കറിയില്ല, കൺമണി എൻ്റെ കൺമണിയല്ലേ, സോറി കൺമണി, ഞാൻ കൺമണിയെ വെറുതെ കളിപ്പിച്ചതാണെന്നൊക്കെ പറയുകയാണ്. ഇതേ ഇവിടെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, നീ ഇങ്ങനെ കരയല്ല, പരസ്യമായിട്ട് കരഞ്ഞ് എനിക്ക് അടി വാങ്ങിത്തരല്ലേ കൺമണി എന്നൊക്കെ പറഞ്ഞ് കൃഷി കൺമണിയുടെ കാല് പിടിക്കാൻ നിൽക്കുകയാണ്. ഒരു നിമിഷം കൃഷി ഒന്ന് ടെൻഷൻ ആവുകയാണ്. തുറന്ന് മുഖം പൊത്തി കരയുന്ന കൺമണിയുടെ കൈ കൃഷി തട്ടി മാറ്റുമ്പോൾ കൺമണി പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ പറ്റിച്ചേ, സാറിനെ പറ്റിച്ചേ എന്ന് പറഞ്ഞ് കൃഷ്ണ കളിയാക്കുകയാണ് കൺമണി. അപ്പോഴാണ് കൺമണി തന്നെ തിരിച്ച് പറ്റിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം കൃഷ്ണ മനസ്സിലാകുന്നത്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, ഞാൻ കൺമണിയോട് അങ്ങനെ പറഞ്ഞപ്പോൾ കൺമണിക്ക് എന്ത് തോന്നി എന്നത് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട്, എനിക്ക് ആദ്യം ചെറിയൊരു സങ്കടം തോന്നി, പിന്നെ എനിക്ക് മനസ്സിലായി സാർ എന്നെ പറ്റിക്കുകയാണെന്ന്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. നാളെ നമ്മുടെ കല്യാണം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും, അതിനുശേഷം നമുക്ക് ലൈസൻസ് കിട്ടും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കൺമണിയും കൂട്ടിക്കൊണ്ട് കൃഷി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ ചിന്തിക്കുന്നത് വരുണെക്കുറിച്ചും മാനസയെയും കുറിച്ചുമാണ്. അവരുടെ ഗൂഢാലോചനയെക്കുറിച്ച് ക്രിട്ട് സാറിനോട് പറഞ്ഞാലോ, ഇതാണ് കൺമണി ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കൃഷി കൺമണിക്കുള്ള ചൂട് ലെമൺ ജ്യൂസും തണുത്ത കട്ട്ലേറ്റുമായിട്ട് ചെല്ലുകയാണ്. തുടർന്ന് കൺമണി ഇങ്ങനെ എന്തോ ഗൗരവമായിട്ട് ചിന്തിച്ചിരിക്കുന്ന കണ്ട് കൃഷി പിന്നെ കൺമണിയോട്, കൺമണിക്ക് ഇത് എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട്, നാളെയാണല്ലോ സാർ നമ്മുടെ ആ ഫംഗ്ഷൻ അലങ്കോലമാക്കാൻ മാനസിയും വരുണും അനിരുദ്ധും ചേർന്ന് എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട്, എന്തിനാണ് കൺമണി ആ വൃത്തികെട്ടവറ്റകളുടെ പേര് പറയുന്നത്, എന്തിനാണ് നീ ഒരു നെഗറ്റീവ് എനർജി ഇപ്പോൾ പറയുന്നത്, എനിക്ക് അവരുടെ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ നാളെ പരിപാടി അലങ്കോലമാക്കാൻ അവർ വരികയാണെങ്കിൽ നമുക്ക് അവരെ അവിടെ വെച്ച് നേരിടാമെന്ന് പറയുകയാണ്. നീ വെറുതെ അവരെക്കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ച് വെറുതെ നെഗറ്റീവ് ആകരുതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കാര്യം ക്രിട്ട് സാറിനോട് പറയാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, സാറിനോട് പറഞ്ഞാൽ സാർ ഒരു പക്ഷേ ഇത് കുളമാക്കും, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാമെന്ന് തീരുമാനിക്കുകയാണ് കൺമണി. തുടർന്ന് കൃഷ്ണൻ കൺമണി പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇവരെ ആദ്യമായി കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം തന്നെ കൃഷ്ണ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ കാര്യമെല്ലാം കൃഷ്ണ ഓർത്തെടുക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട്, സാറും മോശക്കാരനല്ല, കമ്പനിയിൽ എൻ്റെ ആദ്യത്തെ ദിവസം തന്നെ സാർ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതാണ്, അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം രണ്ടുപേരും ഓർത്തെടുത്ത് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട്, അധികം വൈകാതെ നീ എൻ്റെ തലയിലായി എന്ന് പറഞ്ഞ് കൺമണിയെ കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൺമണി പിന്നെ കൃഷ്ണൻ്റെ തലയ്ക്കിട്ടൊരു അടി കൊടുക്കുകയാണ്. അത് ശരി, അപ്പോൾ ഞാൻ സാറിൻ്റെ തലയിലായതാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൺമണി കൃഷ്ണനോട് ഒരു തമാശയ്ക്ക് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ ഒരു കോൾ വരികയാണ്, ബലരാമൻ്റെ കോളാണ് വരുന്നത്. തുടർന്ന് കൃഷ്ണ വേദന ഫോൺ എടുക്കുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോട്, കൃഷ്ണ നീ ഇപ്പോൾ എവിടെയാണ്, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നീ ഒന്ന് വേഗം വരാൻ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് ഫോൺ വെച്ച
ശേഷം കൃഷി കൺമണിയോട് ചേട്ടനാണ് വിളിച്ച് എനിക്ക് ബലരാമൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നീയും എനിക്കൊപ്പം വരാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ഒറ്റയ്ക്ക് പോയാൽ മതി, എനിക്ക് ആ ACP ദക്ഷ മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. ഈ പോലീസുകാരുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര നല്ലതിനല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന വരുണാണ്. വരുൺ പുതിയൊരു ഗൂഢാലോചനയിലാണ്. എങ്ങനെയാണ് നാളത്തെ പരിപാടി ഓർഗനൈസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഇങ്ങനെ തലപൊകച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനിരുദ്ധ് വരികയാണ് വരുൺ ഉപദേശിക്കുന്നതിന് വേണ്ടി. തുറന്ന് അനിരുദ്ധ് വരുണെ കാണുമ്പോൾ തന്നെ വരുണെ ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കുകയാണ്, നമുക്ക് നാളത്തെ പരിപാടി ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. ഇതൊരു അറ്റകൈ പ്രയോഗമാണ്, പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാവരും തൂങ്ങുമെന്ന് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു സ്വപ്നം കണ്ടതാണ്, ACP മാഡം എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാൽ അത് കേട്ട് വരുണൊന്ന് ചിരിക്കുകയാണ്. സ്വപ്നം കണ്ടതൊക്കെ നടക്കാനാണെങ്കിൽ ഞാൻ എപ്പോഴേ കൺമണിയെ കല്യാണം കഴിച്ചിരിക്കും, ഇന്ന് എൻ്റെയും കൺമണിയുടെയും കുട്ടീൻ്റെയും നൂലുകെട്ടായിരിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് സ്വപ്നത്തിൽ കാണുന്നൊന്നും നടക്കാൻ പോകുന്നില്ല, നീ അതോർത്ത് പേടിക്കാനൊന്നും പോകണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും പാകപ്പഴ പറ്റിയാൽ നമ്മൾ 3 പേരും തൂങ്ങുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ അനിരുദ്ധിനൊരു മോട്ടിവേഷണൽ ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുകയാണ്. കൃഷ്ണൻ ഒരുപാട് തവണ അടിച്ച് പഞ്ഞിക്കിട്ടു, എന്നിട്ട് എൻ്റെ വീറിനും വാശിക്കും വല്ല കുറവും വന്നൊന്ന് ചോദിക്കുകയാണ്. കൃഷ്ണൻ്റെ അടി കൊള്ളാത്ത ഒരു ഭാഗം പോലും എൻ്റെ ശരീരത്തില്ല, ഒടിയാത്ത ഒരു എല്ല് പോലും എൻ്റെ ദേഹത്തില്ല, എന്തിനെ ഞാൻ നടക്കുമ്പോൾ പോലും ഓടിയൻ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമായിട്ടാണെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അനിരുദ്ധ് വീണ്ടും വരുണോട് ഇത് വേണമെന്ന് ചോദിക്കുമ്പോൾ വരുൺ ദേഷ്യം വരികയാണ്. നിൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അനിരുദ്ധിനെ കളിയാക്കുകയാണ്. തുറന്ന് അനിരുദ്ധിനെ കളിയാക്കുകയാണ്, നീയൊക്കെ എന്തോന്ന് പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധിനെ മാക്സിമം കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് വരുൺ കുറച്ച് കാശെടുത്തിട്ട് അനിരുദ്ധിൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ് എനിക്ക് ഇതിൻ്റെ കൈക്കൂലിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വരുൺ അതിന് ഞാൻ നിനക്ക് തരുന്ന കൈക്കൂലിയല്ല, എൻ്റെ സ്നേഹ സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കാശ് അനിരുദ്ധിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അനിരുദ്ധിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അനിരുദ്ധ അവിടുന്ന് പോയ ശേഷം അങ്ങോട്ടേക്ക് കൺമണിയുടെ അമ്മായി വരികയാണ്. സുലോചന അമ്മായി വരികയാണ്. അത് കണ്ട് വരുൺ ഇത് കൺമണിയുടെ അമ്മായിയല്ലേ. തുറന്ന് വരുൺ അമ്മായിയെ വിളിക്കുകയാണ്. എന്നാൽ അത് കേട്ട് അമ്മായിക്ക് ദേഷ്യം വരികയാണ്. അമ്മായി പിന്നെ വരുണോട് നല്ല ദേഷ്യത്തിൽ ആരാടാ നിൻ്റെ അമ്മായി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ അയ്യോ സോറി അമ്മായിയല്ല ചേച്ചി. എന്നാൽ അത് കേട്ട് വീണ്ടും അമ്മായിക്ക് ദേഷ്യം വരികയാണ്. ആരാടാ നിൻ്റെ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. തുറന്ന് വരുൺ അയ്യോ സോറി അനീതി എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുലോചനയ്ക്ക് ദേഷ്യം വരികയാണ്. വീണ്ടും വരുണിട്ട് 2 പൊട്ടിക്കുകയാണ്. തുറന്ന് വരുൺ പിന്നെ അമ്മായിയോട് ഞാൻ അമ്മായിയെ കാണാൻ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ്, ഞാനൊരു പാക്കേജുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് സുലോചന വരുണിൻ്റെ മുഖത്ത് നോക്കി ഒരു ആട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്ന് നീട്ടി ഒരാട്ടാണ്. തുറന്ന് വരുൺ തൻ്റെ മനസ്സിലുള്ള പ്ലാൻ പറയുകയാണ്. കൺമണി എനിക്ക് കെട്ടിച്ച് തരികയാണെങ്കിൽ ഞാനൊരു ഡബിൾ ധമാക്ക ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സുലോചന ആദ്യം തന്നെ വരുണെ കുനിച്ച് നിർത്തി ഒരു ഇടിയാണ്. ഇതെൻ്റെ സിംഗിൾ ധമാക്ക. അതിനുശേഷം അവൻ്റെ മുഖത്തിട്ട് 2 എണ്ണം കൂടി പൊട്ടിക്കുകയാണ്. ഇതെൻ്റെ ഡബിൾ ധമാക്ക ഓഫർ, എങ്ങനെയുണ്ട്, നിന്നെ ഇനി എൻ്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്ന് പറയുകയാണ് സുലോചന അമ്മയായി. നാളെ കൃഷ്ണൻ്റെയും കൺമണിയുടെയും വിവാഹം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ആ പരിസരത്ത് പോലും നീ വന്നു പോകരുത്, നീ എങ്ങാനും വന്നാൽ നിന്നെ പിന്നെ വടിച്ചെടുക്കാൻ പോലും ബാക്കി കിട്ടില്ല എന്ന് പറയുകയാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ നിന്നാൽ നിനക്ക് വല്ല സദ്യ നക്കാൻ തരാം. ഇതും പറഞ്ഞുകൊണ്ട് അമ്മായി അവിടുന്ന് പോവുകയാണ്. എന്നാൽ അമ്മായി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വരുണാകെ ദേഷ്യം കൊണ്ട് കലിച്ചു തുള്ളി നിൽക്കുകയാണ്. ഞാൻ നാളെ നിങ്ങളെല്ലാവരും ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന ബലരാമനാണ്. കൃഷി ബലരാമനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമൻ കൃഷ്ണനോടൊരു സന്തോഷ കാര്യം പറയുകയാണ്. നിങ്ങളെ ഒരു സന്തോഷകാര്യം അറിയിക്കാനാണ് ഞാൻ നിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഷോക്ക് ആവുകയാണ്. ഇതാണ് ഇത്ര വലിയ സന്തോഷമെന്ന് ചോദിച്ചുകൊണ്ട് കൃഷി ബലരാമനോട് ദേഷ്യപ്പെടുകയാണ്. ചേട്ടൻ ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് ചേട്ടനോട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് ബലരാമൻ ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല, ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അതിനെന്തൊരു പന്തികേട് തോന്നുകയാണ്. തുറന്ന് കൃഷി പിന്നെ ബലരാമനോട് സത്യം പറ ചേട്ടാ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ചേട്ടനെ അലട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളാൻ പറയുകയാണ്. ഞാനത് സോൾവ് ചെയ്ത് തന്നോളാം എന്ന് പറയുകയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചേട്ടൻ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞോളാൻ പറയുകയാണ്. എന്നാൽ കൃഷ്ണൻ്റെ മറുപടി കേട്ട് ബലരാമന് സന്തോഷമാവുകയാണ്. ബലരാമന് ഒരു ധൈര്യം കിട്ടുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.